ചൂടെരിഞ്ഞ ചിന്തകളുമായി സാറാസ് എന്ന സിനിമയിലൂടെ ജൂഡ് ആന്റണിയും കൂട്ടുകാരും. ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ സണ്ണി വെയിൻ, അന്ന ബെൻ എന്നിവർ അഭിനയിച്ച് റിലീസ് ചെയ്ത ചിത്രമാണ് സാറാസ്. കാര്യത്തിലേക്ക് കടക്കും മുൻപ് ചിത്രത്തിന്റെ കഥയിലേക്ക് അല്പം ഒന്ന് നോക്കാം. സാറ എന്ന പെൺകുട്ടിയുടെ കഥയാണ് സാറാസ്. കൗമാരപ്രായം മുതൽ ആൺകുട്ടികളുമായി സാറയ്ക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ആ ബന്ധങ്ങൾ സ്ഥിരമായ ഒരു പ്രണയത്തിലേക്ക് നയിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ 25-ാം വയസ്സിൽ നമ്മൾ കാണുന്ന സാറ സിംഗിൾ തന്നെയാണ്, കമ്മിറ്റഡ് അല്ല. മാത്രമല്ല, അപ്പോൾ അവൾക്ക് ഒരേ ഒരു ജീവിത ലക്ഷ്യം മാത്രം, ഒരു മികച്ച സിനിമാ സംവിധായികയായി മാറുക. പിന്നീട് അവൾ കണ്ടുമുട്ടുന്ന ജീവൻ എന്ന ചെറുപ്പക്കാരനുമായി അവൾ ഇഷ്ടത്തിലാവുന്നു. സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഒരുമിച്ച് കഴിയാനും തീരുമാനിക്കുന്ന അവർ വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വിവാഹിതരാവുന്നു. തനിക്കൊരു അമ്മയാകാൻ താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന സാറ തന്റെ ആദ്യ സിനിമയുടെ ജോലി തുടങ്ങുന്ന വേളയിൽ അപ്രതീക്ഷിതമായി ഗർഭിണിയാണ് എന്നറിയുകയാണ്. അതുവരെ കുട്ടികൾ വേണ്ടെന്ന് സമ്മതിച്ചിരുന്ന അവളുടെ ഭർത്താവ് ജീവൻ സാറയുടെ അബോർഷൻ എന്ന ആവശ്യം അപ്പോൾ അംഗീകരിക്കാൻ മടി കാണിക്കുന്നു. എന്നാൽ ഡോക്ടർ കൗൺസിലിംഗ് നടത്തി നല്ല മാതാപിതാക്കളാകാൻ ഒരുപാട് ഒരുക്കം വേണമെന്നും അതില്ലെങ്കിൽ അബോർഷൻ തന്നെയാണ് ഏറ്റവും നല്ല വഴിയെന്നും എല്ലാത്തിനും ഉപരിയായി ഇതൊക്കെ സ്ത്രീയുടെ മാത്രം തീരുമാനമാണെന്നും ബോധ്യപ്പെടുത്തി ജീവന്റെ മനസ്സ് മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഇരുവരും അബോർഷൻ പരസ്പര സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്നു. കരിയറിന് 1-ാം സ്ഥാനം നൽകി സാറ നടത്തിയ അബോർഷന് ശേഷം അവൾ സംവിധാനം ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റായി മാറുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, കരിയർ വേണോ അതോ കുഞ്ഞു വേണോ എന്ന ചോദ്യം ഒരു പെൺകുട്ടിയുടെ മുൻപിൽ വന്നാൽ കുഞ്ഞിനെ അബോർഷൻ നടത്തിയാണെങ്കിലും കരിയർ വളർച്ച നേടണം എന്ന സന്ദേശം ലോകത്തിന് നൽകി ജൂഡും കൂട്ടുകാരും ചാരിതാർത്ഥ്യമടയുന്നു. ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞ് അവളുടെ കരിയർ വളർച്ചയ്ക്ക് തടസ്സമാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ ചിത്രം സമൂഹത്തിൽ ഉയർത്തുന്നത്. അതെ എന്നും അല്ല എന്നുമുള്ള അഭിപ്രായം പറഞ്ഞ് സമൂഹം ഇന്ന് വിഭജിക്കപ്പെടുമ്പോൾ എന്താണ് സത്യം എന്ന് നോക്കാം. അല്ല എന്ന ഉത്തരത്തിന് സാക്ഷ്യം നൽകുന്നത് മലയാള സിനിമയിലെ തന്നെ ഒരു സംവിധായികയാണ്, അഞ്ജലി മേനോൻ. 2012 മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിന് അവർക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷവും പല മെഗാ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അവർ അന്ന് ആ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. ആ ചിത്രത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ താൻ ഗർഭിണിയായിരുന്നുവെന്നും പിന്നീട് ചിത്രത്തിന്റെ ജോലികൾ ചെയ്തത് ഒരു കൈക്കുഞ്ഞിനെ കയ്യിലെടുത്തുമായിരുന്നു എന്നാണ് അവർ അന്ന് പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ്. ആ പദവിയിൽ ഇരുന്നപ്പോൾ തന്നെയാണ് ഒരു കുട്ടിക്ക് അവർ ജന്മം കൊടുത്തതും പിന്നീട് തുടർച്ചയായി 2-ാം തവണ ആ രാജ്യത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതും. 2020 അമേരിക്കയിലെ സുപ്രീം കോടതിയിലേക്ക് 9ാമത്തെ ജഡ്ജിയായി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ച വ്യക്തിയാണ് ആമി കോമി ബാരറ്റ്. തന്റെ നാമനിർദ്ദേശം ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ആമി അന്നേ ദിവസം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് തന്റെ 7 കുട്ടികളുമായാണ്. അവരുടെ കരിയർ വളർച്ചയെ ഗർഭധാരണമോ കുഞ്ഞുങ്ങളെ വളർത്തലോ ബാധിച്ചില്ല. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ ജീവിക്കുന്ന കേരള സമൂഹത്തിലേക്കാണ് പുത്തൻ ആശയവുമായി സാറാസ് എന്ന ചിത്രത്തിന്റെ വരവ്. വേണ്ടിവന്നാൽ കരിയർ വളർച്ചയ്ക്ക് വേണ്ടി ഉദരത്തിലുള്ള കുഞ്ഞിന് അബോർട്ട് ചെയ്ത് കളയുക, അതിന് എതിർ നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളയുക. ഇതാണ് സാറാസ് എന്ന ചിത്രം നമ്മുടെ യുവതി യുവാക്കളെ പഠിപ്പിക്കുന്നത്. ശാരീരികമായി ഒരു കുഴപ്പമില്ലാത്തവളും എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവുമുള്ളവളാണ് സാറാസ് എന്ന ചിത്രത്തിലെ സാറ. തന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ഒരു കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു അമ്മയുടെ കഥ പറഞ്ഞ സാറാസ് എന്ന സിനിമ ഫീൽ ഗുഡ് എന്ന ഹാഷ്ടാഗോടെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഇടയിൽ ഇന്ന് വലിയ സ്വീകാര്യത നേടിയിരിക്കുന്നു. എന്നാൽ ഈ ചിത്രത്തിലെ പല ആശയങ്ങളോടും ധാർമ്മിക ബോധമുള്ള ആർക്കും ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. ഈ ചലച്ചിത്രം അപകടകരമായ ഒരു പ്രവണത പുതുതലമുറയിൽ സൃഷ്ടിക്കാൻ
വളരെയേറെ സാധ്യതയുണ്ട്. ഈ ചിത്രം നൽകുന്ന തെറ്റായ സന്ദേശങ്ങളെ സെലിബ്രിറ്റികൾ അടക്കം പലരും പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മുടെ യുവത്വത്തെ വഴിതെറ്റിച്ചേക്കാം. കുട്ടികൾ ഉണ്ടാകുന്നത് ഒരു ഭാരമാണ് എന്ന ആശയമാണ് ഈ സിനിമയിൽ ഉടനീളം നാം കാണുന്നത്. അപ്രതീക്ഷിതമായി ഗർഭിണിയായാൽ അതിനുള്ള ഏക പരിഹാരം അബോർഷൻ മാത്രമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ധാർമ്മികമായി എത്രത്തോളം ശരിയാണെന്ന് ഈ സിനിമയെ വാഴ്ത്തുന്നവർ ചിന്തിക്കുക. വാ തുറന്ന് കരയുന്ന കുഞ്ഞിനെയല്ലോ ഒരു ഭ്രൂണത്തെയല്ലേ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നവർ ഒരു കാര്യം മനഃപൂർവ്വം അറിയില്ല എന്ന് നടിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഗർഭപാത്രത്തിന് പുറത്തല്ല, ഗർഭപാത്രത്തിന് അകത്തു വെച്ച് ഭ്രൂണാവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ ആണ് എന്ന ശാസ്ത്ര തത്വം. ഉദരത്തിനുള്ളിൽ വെച്ചായാലും പുറത്തായാലും രണ്ടും കൊലപാതകം തന്നെ എന്നർത്ഥം. അതിനാൽ അബോർഷൻ എന്ന സാമൂഹിക തിന്മയെ മഹത്വവൽക്കരിക്കുന്ന, അതിനെ സ്ത്രീ ശാക്തീകരണം എന്ന ലേബലിൽ പൊതിഞ്ഞ് പ്രേക്ഷകരിൽ എത്തിക്കുന്ന ജൂഡും സഹപ്രവർത്തകരും ഇന്നത്തെ യുവത്വത്തെ ശരിക്കും വഴിതെറ്റിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. തന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കാനുള്ള സ്വാർത്ഥതയുടെ അടിമയാണ് സാറ എന്ന കഥാപാത്രം എന്നതല്ലേ സത്യം. അപ്രതീക്ഷിത ഗർഭം വഴി ഉണ്ടാകുന്ന കുഞ്ഞിനെ കരിയറിനായി നശിപ്പിക്കാം എന്ന ജൂഡിന്റെ പ്രായോഗിക വാദം എന്തായാലും ധാർമ്മിക ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ധാർമ്മിക ബോധം മാത്രം മതി. അപ്രതീക്ഷിത ഗർഭധാരണം സംഭവിച്ചെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സാറയ്ക്കും അവളുടെ ഭർത്താവ് ജീവനും തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് കൊന്നുകളഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുന്നതിനെ ന്യായീകരിക്കുന്നവർ ജീവിതത്തിൽ സാറ എന്ന ചിത്രത്തിലെ സ്വാർത്ഥരായ ദമ്പതികളെ പോലെ സ്വാർത്ഥതയ്ക്ക് അടിമകളാകാൻ തന്നെയാണ് സാധ്യത. സാറ എന്ന പെൺകുട്ടിക്ക് അവളുടെ ഉദരത്തിൽ ജന്മമെടുത്ത കുഞ്ഞിന് ജന്മം നൽകിയിട്ടും തന്റെ സിനിമാ സംവിധാനം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പല സാധ്യതകളും ഉണ്ടായിരുന്നു. അതിന് കാത്തു നിൽക്കാൻ ക്ഷമ കാണിക്കാതിരുന്ന അവൾ ഇല്ലാതാക്കിയത് ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജനിച്ചു വീഴാനും വളരാനും മറ്റൊരു സാറയായി മാറാനുമുള്ള മൗലിക അവകാശത്തെയാണ്. ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള മൗലിക അവകാശത്തെ ഇല്ലാതാക്കിയിട്ട് അവൾ നേടിയ വലിയ നേട്ടം ഹിറ്റ് സിനിമയുടെ സംവിധായിക എന്നതിനെ മഹത്വവൽക്കരിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ചിത്രത്തെ ധാർമ്മിക ബോധം ഒരല്പമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന ആർക്കെങ്കിലും നല്ല ചിത്രം എന്ന് വിശേഷിപ്പിക്കാനാവുമോ? ഇനി ഈ ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്രൈസ്തവരോട്, നിങ്ങൾ തയ്യാറാക്കിയ ഈ ചിത്രം നൽകുന്ന സന്ദേശം നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ യുവത്വത്തിൽ പ്രായോഗികമാക്കിയിരുന്നെങ്കിൽ ഈ ചിത്രം നിർമ്മിക്കാൻ നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നോ? അബോർഷനെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ നിർമ്മിച്ച ചിത്രത്തിലെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് അനേകം യുവതികൾ കരിയർ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കില്ല എന്നു പറയാൻ നിങ്ങൾക്കാകുമോ? നിങ്ങൾ നൽകിയ പ്രചോദനത്താൽ അനേകം നിഷ്കളങ്ക കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നിലവിളിച്ചു കരയുന്ന അവസ്ഥയുണ്ടായാൽ ആ ഗുരുതര അവസ്ഥയ്ക്ക് ദൈവസന്നിധിയിൽ മറുപടി പറയാൻ നിങ്ങളും ബാധ്യസ്ഥരാണെന്ന് അറിഞ്ഞുകൊള്ളുക. പാപം ചെയ്യുന്നവരല്ല, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ കൂടുതൽ ശിക്ഷാവിധിയെ നേരിടേണ്ടി വരിക എന്ന ക്രിസ്തുവിന്റെ വചന സന്ദേശം മാത്രമാണ് ഈ വേളയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി പ്രേക്ഷകരോട്, ജീവിത ലക്ഷ്യം എന്നത് ഏത് വ്യക്തിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് നേടാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളും. ഒറ്റയ്ക്ക് ജീവിക്കുവാനുള്ള ആത്മധൈര്യം പുതിയ തലമുറയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് സിനിമകൾ പുറത്തു വരുമ്പോൾ ആ ചിത്രങ്ങൾ ജീവൻ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും പ്രേരിപ്പിക്കുന്നവയാണ് എന്നുകൂടി നാം ഉറപ്പുവരുത്തണം. സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിഷ്കളങ്ക കുരുന്നുകളെ കൊന്നുകളയുന്നത് ആകരുത് സിനിമകളിലൂടെയും സമൂഹത്തിന് നൽകുന്ന സന്ദേശം. അങ്ങനെ നേടുന്ന നേട്ടങ്ങൾ ഭാവി ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നശിപ്പിക്കുകയുള്ളൂ എന്നതിന് അനേകം ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്കിടയിലുണ്ട്. കലാസൃഷ്ടികൾ മാത്രം നന്നായാൽ പോരാ, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങളും നന്മയുള്ളതാകണം. സാറാസ് എന്ന സിനിമ അക്കാര്യത്തിൽ തീർത്തും ഒരു പരാജയം തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതിനാൽ തന്നെ ജൂഡും ടീമും ഒരുക്കിയ സാറാസ് എന്ന ചിത്രവും
അത് പങ്കുവെക്കുന്ന സന്ദേശവും നാം പ്രചരിപ്പിക്കേണ്ടതല്ല എന്നു മാത്രമല്ല, തള്ളിക്കളയേണ്ടത് തന്നെയാണ്. അവസാനമായി ജൂഡ് ആന്റണി എന്ന സംവിധായകനോട്, കൂടുതൽ കുട്ടികളുടെ ജനനത്തിന് പ്രോത്സാഹനം നൽകുക എന്ന തത്വവുമായി പല വൻ രാഷ്ട്രങ്ങൾ പോലും മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ കരിയറിനു വേണ്ടി കുട്ടികളെ വേണ്ടെന്ന് വെക്കുക എന്നതുപോലുള്ള കാലഹരണപ്പെട്ടുപോയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന, കത്തോലിക്ക വിശ്വാസത്തിന് തീർത്തും വിരുദ്ധമായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം കത്തോലിക്കനായ താങ്കളിൽ നിന്നും രൂപപ്പെട്ടതിലുള്ള വേദനയും അമർഷവും കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും പ്രകടിപ്പിച്ചുകൊള്ളട്ടെ.